الحمد لله نحمد الله ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أيها الناس اتقوا الله عباد الله أعوذ بالله من الشيطان الرجيم وإذ تأذن ربكم لئن شكرتم لأزيدنكم ولئن كفرتم إن عذابي لشديد صدق الله العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي സത്യവിശ്വാസികളായ സഹോദര സഹോദരിമാരെ, സൃഷ്ടികർത്താവായ നാഥന്റെ കൽപ്പനകൾക്ക് പൂർണ്ണമായി വിധേയരായി ജീവിക്കാൻ ശ്രദ്ധിക്കണമെന്ന് ആദ്യമായി വസിയ്യത്ത് ചെയ്യുന്നു, ഉത്ബോധിപ്പിക്കുന്നു. മഹാകാരുണ്യത്തിന്റെയും കൃപയുടെയും വിട്ടുവീഴ്ചയുടെയും വിശാലതയുടെയും ദയാവായ്പിന്റെയും ഉദാരതയുടെയും വറ്റാത്ത ഉറവയായ പടച്ചതമ്പുരാൻ നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അറിയപ്പെടുന്ന ഒരു നമ്മുടെ നാട്ടിലെ സൂപ്പർ മാർക്കറ്റ് ശൃംഖലയുടെ പേര് മോർ എന്നാണ്. MORE മോർ. കൂടുതൽ, ധാരാളം എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥമെന്ന് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. ഈ സൂപ്പർ മാർക്കറ്റിന്റെ പേര് ഒരു കടയുടെ പേരല്ല, അതൊരു സംസ്കാരത്തിന്റെ പേരാണ്. ഒരുപക്ഷെ നമ്മുടെ കാലഘട്ടത്തിൽ ഏറ്റവും വേഗത്തിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന, സർവാംഗീകൃതമായി മാറിക്കൊണ്ടിരിക്കുന്ന ഭൗതിക പ്രമത്തതയുടെ സംസ്കാരത്തിന്റെ നാമധേയമാണ് ആ പേരിലുള്ളത്. കൂടുതൽ വേണം, ധാരാളം വേണം എല്ലാ രംഗത്തും. ഈയൊരു ആശയമാണ് ഇന്ന് മനുഷ്യനെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. തനിക്ക് മതിയായത്, തന്റെ കുടുംബത്തിനാവശ്യമായത് എന്നതിലപ്പുറം കൂടുതലായി വേണമെന്ന് അതുണ്ടാക്കാനുള്ള ത്വരയും ആ മാർഗത്തിലുള്ള മത്സരങ്ങളും, ആ മത്സരങ്ങളുടെ രംഗത്ത് സംഭവിക്കുന്ന അന്യായങ്ങളുമാണ് ഇന്നത്തെ നമ്മുടെ കാലഘട്ടത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഭൗതിക പ്രമത്തതയുടെ സംസ്കാരം എന്ന് പറയുന്നത്. അങ്ങനെ
ഭൗതികമായ വിഭവങ്ങൾ വാരിക്കൂട്ടാനുള്ള മനുഷ്യന്റെ അതിരുകടന്ന ധർമാധർമ്മങ്ങൾ പരിഗണിക്കാതെയുള്ള മനുഷ്യന്റെ നെട്ടോട്ടത്തിനിടയിൽ എല്ലാ മൂല്യങ്ങളെയും എല്ലാ മര്യാദകളെയും എല്ലാ തത്വവിചാരങ്ങളെയും അവൻ മറന്നുപോകും. അതിന്റെ പേരിൽ കഴുത്തറുക്കലും കൊലപാതകവും പിടിച്ചുപറിയും എന്നുവേണ്ട എല്ലാ അധർമ്മങ്ങളും വളരെ സുലഭമായി ലോകമെമ്പാടും അരങ്ങേറിക്കൊണ്ടിരിക്കുന്നു. ظهر الفساد في البر والبحر بما كسبت أيدي الناس. അന്യായമായ നിലയിൽ സ്വത്ത് സമ്പാദിക്കാനുള്ള, സുഖം സമ്പാദിക്കാനുള്ള മനുഷ്യന്റെ പ്രയത്നങ്ങളാണ്, അവന്റെ പരിശ്രമങ്ങളാണ് കരയും കടലും ഫസാദാക്കി മാറ്റിയിരിക്കുന്നത് എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നു. താൻ നേടിയെടുത്ത ഭൗതികമായ വിഭവങ്ങളിൽ മറ്റുള്ളവരുടെ മുമ്പിൽ അവൻ കാണിക്കുന്ന ദുരഭിമാനവും പൊങ്ങച്ചവും, ഒരു ടിവിയുടെ മുമ്പ് സ്ഥിരമായി കാണിച്ചിരുന്ന ഒരു പരസ്യം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. നിങ്ങളൊരു ഒനിഡ TV സ്വന്തമാക്കൂ, അയൽക്കാരനിൽ അസൂയ ജനിപ്പിക്കൂ എന്നാണ്. നമ്മുടെ അയൽവാസിയിൽ അസൂയ ജനിപ്പിക്കുന്ന, നമ്മുടെ സഹോദരങ്ങളിൽ അസൂയയുണ്ടാക്കുന്ന, നിങ്ങൾ ഭൗതികമായിട്ടുള്ള വിഭവങ്ങളിൽ അവരെക്കാൾ മുമ്പിലാകുന്ന, അതിനായിട്ട് എന്തും ചെയ്യാൻ മടിക്കാത്ത ഒരു സംസ്കാരത്തെ ലോകവ്യാപകമായി നമ്മൾ ഇന്ന് ഏറ്റവും ശക്തമായി അത് പ്രചരിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് നമ്മൾ അറിയണം. ദേഹേച്ഛയാണ് അതിന്റെ അടിസ്ഥാനം. വിശുദ്ധ ഖുർആനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമും ഈ ഭൗതിക പ്രമത്തതയുടെ സംസ്കാരത്തെ വളരെ കൃത്യമായി ചൂണ്ടിക്കാണിച്ചു തന്നിട്ടുണ്ട്. ദേഹേച്ഛയാണ് മനുഷ്യനെ നയിച്ചുകൊണ്ടിരിക്കുന്ന ഹവ. ഖുർആൻ ഹവ എന്ന് പറഞ്ഞ ദേഹേച്ഛ. ആ ദേഹേച്ഛയെ ദൈവമാക്കി, ആ ദേഹേച്ഛയെ കേന്ദ്രമാക്കി തന്റെ ദേഹേച്ഛകൾക്ക് വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്ത ഒരു മാനസികാവസ്ഥയിൽ മനുഷ്യൻ എത്തിച്ചേരുകയാണ്. ആ ദേഹേച്ഛ എന്തിനേയും എന്തും ചെയ്യാൻ അവനെ പ്രേരിപ്പിക്കും. കാരണം ദേഹേച്ഛയാണ് ഏറ്റവും പ്രധാനം. വിശുദ്ധ ഖുർആൻ ആവർത്തിച്ചു പറഞ്ഞ ഒരു പ്രയോഗമാണ് ദേഹേച്ഛയെ ദൈവമാക്കുക എന്ന്, ഹവയെ ഇലാഹാക്കുക. അഫറ ഐത മനിത്തഖദ ഇലാഹു ഹവാഹു അഫ അന്ത തകൂനു അലൈഹി വക്കീല. അഫറ ഐത മനിത്തഖദ ഇലാഹു ഹവാഹു, ഹവയെ ഇലാഹാക്കി മാറ്റിയവനെ നീ കണ്ടില്ലേ? അവനു വേണ്ടി വാദിക്കാൻ നിനക്ക് കഴിയുമോ? തന്നിഷ്ടങ്ങളെ ദൈവമാക്കി കാണുന്ന, അഥവാ ആ തന്നിഷ്ടങ്ങൾക്ക് വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്ത ഒരു മനുഷ്യന്റെ പ്രകൃതത്തെക്കുറിച്ചാണ് വിശുദ്ധ ഖുർആൻ ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. തന്നിഷ്ടത്തിനനുസരിച്ച് നടക്കുക, മൂല്യങ്ങളെയും മാനദണ്ഡങ്ങളെയും സംസ്കാരത്തെയും മര്യാദകളെയും എല്ലാം അതിലംഘിച്ചുകൊണ്ട് തന്റെ ഇഷ്ടത്തിനൊത്ത് തനിക്ക് തോന്നിയതുപോലെ ജീവിക്കുക എന്നതൊരു ഫാഷനായി, അതാണ് പുതിയ ജനറേഷന്റെ നായകസങ്കല്പം എന്നാണ് പറയുന്നത്. താൻ തോന്നിയെന്നാ പറയാം. അഫറഅയ്ത മനിത്തഖദ ഇലാഹു ഹവാഹു. വിശുദ്ധ ഖുർആൻ ഈ ഭൗതിക പ്രമത്തതയുടെ അടിസ്ഥാനമായ ഈ ദേഹേച്ഛയെ ദൈവമാക്കുന്ന സംസ്കാരത്തെക്കുറിച്ച് ഖുർആൻ ചൂണ്ടിക്കാണിക്കുന്നു. അഫറഅയ്ത മനിത്തഖദ ഇലാഹു ഹവാഹു വഅളല്ലഹു അല്ലാഹു അലാ ഇൽമിൻ. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ജാസിയ 23-ാമത്തെ വചനം. ദേഹേച്ഛയെ ദൈവമാക്കിയവനെ നീ കണ്ടില്ലേ? വഅളല്ലഹു അല്ലാഹു അലാ ഇൽമിൻ. ബോധപൂർവം അല്ലാഹു അവനെ വഴികേടിലാക്കിയിരിക്കുകയാണ്. ഈ ഭൗതിക പ്രമത്തതയുടെ രോഗം ബാധിച്ച ഒരു മനുഷ്യൻ, ഹവയെ ദൈവത്തെപ്പോലെ തന്റെ തന്നിഷ്ടങ്ങളെ ഏറ്റവും പ്രധാനമായി കാണുന്ന മനുഷ്യൻ, ആ തന്നിഷ്ടങ്ങൾക്ക് തടസ്സമായിട്ട് എന്താണ് നിൽക്കുന്നതെങ്കിലും അതിനെല്ലാം തട്ടിമാറ്റാൻ വേണ്ടി ശ്രമിക്കുന്ന മനുഷ്യൻ, ആ മനുഷ്യനെ കുറിച്ചാണ് അല്ലാഹു പറയുന്നത് അളല്ലഹുല്ലാഹു അലാ ഇൽമിൻ. ബോധപൂർവം അല്ലാഹു അവനെ വഴികേടിലാക്കിയിരിക്കുകയാണ്. വഖതമ അലാ സമഇഹി വഖൽബിഹി. വഖതമ അലാ സമഇഹി വഖൽബിഹി. അവന്റെ കാതിലും അവന്റെ കൽബിലും അല്ലാഹു മുദ്ര വെച്ചിരിക്കുകയാണ്. ഈ ഭൗതിക പ്രമത്തതയുടെ ലോകം ബാധിച്ച ഒരു മനുഷ്യൻ പിന്നെ അതിനെതിരായ ഉത്ബോധനങ്ങളെ, ഉപദേശങ്ങളെ, മൂല്യങ്ങളെ സംബന്ധിച്ചുള്ള വർത്തമാനങ്ങളെ, ദൈവിക കൽപ്പനകളെ, പ്രവാചക മാതൃകകളെ വഖതമ അലാ സമഇഹി വഖൽബിഹി,
അതൊന്നും അവൻ പരിഗണിക്കുകയില്ല. അതിനെല്ലാം പുച്ഛിച്ചു തള്ളുന്ന, അവഗണിച്ചു കളയുന്ന രീതിയിൽ അവന്റെ കാതും അവന്റെ കൽബും അല്ലാഹു മുദ്രവെച്ചിരിക്കുകയാണ്. വജഅല അലാ ബസരിഹി ഗിശാവ. വിശുദ്ധ ഖുർആൻ പറയുന്നു, കാര്യങ്ങൾ നേരെ ചൊവ്വെ നോക്കിക്കാണാനുള്ള യാഥാർത്ഥ്യ ബോധം അവരെ നഷ്ടപ്പെടും. വജഅല അലാ ബസരിഹി ഗിശാവ. അവന്റെ കണ്ണുകൾക്ക് അല്ലാഹു മൂടിയിട്ടിരിക്കുകയാണ് എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. ഈ ഭൗതികതയുടെ സംസ്കാരത്തിൽ, അതിരുവിട്ട ആർത്തിയുടെയും സ്വാർത്ഥത്തിന്റെയും സംസ്കാരത്തിൽ പെട്ടുപോകുന്ന മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അതിനെതിരായ നല്ല മനുഷ്യരുടെ സുമനസ്സുകളുടെ ഉപദേശങ്ങളെ വകവെക്കാതിരിക്കുമാർ, ദൈവിക വേദഗ്രന്ഥങ്ങളിലെ മഹത്തായ മൂല്യങ്ങളെ പരിഗണിക്കാതിരിക്കുമാർ അവന്റെ ഹൃദയങ്ങൾ മുദ്രവെക്കപ്പെടുകയും യാഥാർത്ഥ്യം കാണാനുള്ള കാഴ്ച അവന് നഷ്ടപ്പെടുന്ന രീതിയിൽ സത്യത്തിന്റെയും അവന്റെയും ഇടയിൽ ഒരു മൂടി, ഒരാവരണമുണ്ടാവുകയും ചെയ്യുമെന്ന് വിശുദ്ധ ഖുർആൻ വളരെ ഗൗരവത്തിൽ പറയുകയാണ്. അതിരുകളില്ലാത്ത ആർത്തിയാണ്. ഞാൻ വിശദീകരിക്കേണ്ടതില്ല, പരത്തി പറയേണ്ടതില്ല, നമുക്കൊക്കെ അറിയുന്ന വിഷയങ്ങളാണ്. അല്ല, നമ്മൾ തന്നെ പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളുമടക്കം ഈ സംസ്കാരത്തിന്റെ ഇരകളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ലൗകാന ലിബ്നി ആദമ വാദിയാനി മിൻ ദഹബ് ലബ്തഗലഹ സാലിസ. സ്വർണത്തിന്റെ 2 കൂമ്പാരങ്ങൾ തന്നെ, 2 താഴ്വരകൾ കിട്ടിയാലും മനുഷ്യൻ അതുകൊണ്ട് അവസാനിപ്പിക്കുകയില്ല, മൂന്നാമതൊന്നവൻ ആഗ്രഹിക്കും. റസൂലുള്ളാഹി പറഞ്ഞു, അവന്റെ ഈ ആർത്തിയെ ശമിപ്പിക്കാൻ പിന്നെ ഒടുവിൽ കൊണ്ടുപോയി ഖബറിടത്തിൽ കുത്തുമ്പോൾ, അവന്റെ വായിൽ മണ്ണ് നിറയുമ്പോൾ ആ ഭൂമിയുടെ മണ്ണിന് മാത്രമേ അവന്റെ ഈ ആർത്തിയെ ശമിപ്പിക്കാൻ കഴിയൂ എന്ന് പ്രവാചകൻ വിശദീകരിക്കുകയുണ്ടായി. അൽഹാകുമുത് തകാസുർ ഹത്താ സുർത്തുമുൽ മഖാബിർ. ഖബറിടങ്ങളിൽ, ശ്മശാനങ്ങളിൽ തലകുത്തുവോളം അവരുടെ ഈ ഭൗതിക വിഭവങ്ങൾക്കായുള്ള അന്ധമായിട്ടുള്ള നെട്ടോട്ടവും അവന്റെ ആർത്തിയും തുടർന്നുകൊണ്ടിരിക്കുമെന്ന്, അവന്റെ ഭൗതിക പ്രമത്തത അവനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുമെന്ന് വിശുദ്ധ ഖുർആൻ തന്നെ പറയുകയുണ്ടായി. ഇതൊരു സർവാംഗീകൃത സംസ്കാരമായി മാറുകയാണ്. വിശ്വാസി സമാജങ്ങളെപ്പോലും അത് ബാധിച്ചുകൊണ്ടിരിക്കുകയാണ്, സാരമായി ബാധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ഭൗതികമോഹിയുടെ എല്ലാ ജനിതക മുദ്രകളും ഒരു വിശ്വാസിയിൽ കാണുന്ന ഒരു കാലഘട്ടമാണിത്. നാഥനുമായി സംസാരിച്ച് പുറത്തിറങ്ങിയാൽ പോലും, അഥവാ നമസ്കരിച്ച് പുറത്തിറങ്ങിയാൽ പോലും അവന്റെ മുഖത്ത് സംതൃപ്തിയുടെ ഒരു പ്രസാദം നമ്മൾ കാണുന്നില്ല. ഒരു വിശ്വാസി സമാജത്തെ ഈ സംസ്കാരം എങ്ങനെ ബാധിച്ചു എന്നത് വളരെ ഗൗരവത്തിൽ നമ്മൾ പരിശോധിക്കേണ്ട വിഷയമാണ്. എനിക്കൊരുപാട് വിഷമങ്ങളുണ്ട്, പ്രശ്നങ്ങളുണ്ട്. പക്ഷെ എന്നെ നന്നായി അറിയുന്ന ഒരു ആത്മസുഹൃത്തിനോട് അതൊക്കെ ഞാൻ പങ്കുവെച്ചു കഴിയുമ്പോൾ എനിക്ക് വല്ലാത്ത ഒരു റിലാക്സേഷൻ ഉണ്ടാകും, വല്ലാത്ത ഒരു ആശ്വാസം എനിക്ക് അനുഭവപ്പെടും. അതിന്റെ ഒരു തെളിച്ചമെങ്കിലും എന്റെ മുഖത്തുണ്ടാകും, ഒരു സന്തോഷവും ഒരു സംതൃപ്തിയും ഉണ്ടാകും. നമുക്കറിയാം, റബ്ബ് സുബ്ഹാനഹു വ തആലയാണ് വിശ്വാസിയുടെ ഏറ്റവും വലിയ അവലംബം. അല്ലാഹുവാണ് വിശ്വാസിയുടെ എല്ലാ സങ്കടങ്ങളും എല്ലാ ആവലാദികളും സമർപ്പിക്കാനുള്ള കേന്ദ്രമെന്ന് നമുക്കറിയാം. നമസ്കാരം ആ റബ്ബുമായിട്ടുള്ള മുനാജാത്താണ് എന്നും നമുക്കറിയാം. അങ്ങനെ തന്നെ നാഥനോടെല്ലാം സംസാരിച്ച് പുറത്തിറങ്ങിയാൽ പോലും ഒരു വിശ്വാസിയുടെ മുഖത്ത് എന്തുകൊണ്ട് ഈ മുഖപ്രസാദം ദൃശ്യമാകുന്നില്ല? എന്തുകൊണ്ട് അവനിൽ നിന്ന് സംതൃപ്തി, സന്തോഷമില്ലാതായി പോകുന്നു? പിന്നെയും അവൻ വെട്ടിപ്പിടിക്കുന്നതിനെക്കുറിച്ച് മാത്രമുള്ള ചിന്തകളിൽ മുഴുകിപ്പോകുന്നതെന്തേ? അഥവാ ആ ഭൗതിക വിഭവങ്ങൾ വാരിക്കൂട്ടുന്നിടത്ത് യാതൊരു മാനദണ്ഡങ്ങളും മര്യാദകളും പാലിക്കേണ്ടതില്ല, ഹലാൽ ഹറാമുകൾ നോക്കേണ്ടതില്ല എന്ന ഒരവസ്ഥയിലേക്ക് എന്തുകൊണ്ടാണ് മനുഷ്യൻ എത്തിപ്പോകുന്നത് എന്ന് വളരെ ഗൗരവത്തിൽ നമ്മൾ പരിശോധിക്കേണ്ട കാര്യമാണ്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം 14 നൂറ്റാണ്ട് മുമ്പ് പ്രവചിച്ച വഹനാണോ ഇത് എന്ന് നാം വളരെ ഗൗരവത്തിൽ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. റസൂലുള്ളാഹി പറഞ്ഞ ഒരു കാലഘട്ടം വരാനിരിക്കുന്നു. ആ കാലഘട്ടത്തിന്റെ സവിശേഷത, ഭക്ഷണത്തളികയിലിരിക്കുന്ന ആഹാരത്തിലേക്ക് വിശന്നു വലഞ്ഞ ആൾക്കൂട്ടങ്ങൾ ചാടി വീഴുന്നത് പോലെ എന്റെ ഉമ്മത്തിന്റെ മേൽ മറ്റുള്ളവർ ചാടി വീഴുന്ന ഒരു കാലം വരാനിരിക്കുകയാണ്. ആർത്തി പൂണ്ട ഒരു വിഭാഗം, വിശന്നു വലഞ്ഞ ഒരു വിഭാഗം, രുചികരമായ ആഹാരം കാണുമ്പോൾ അതിലേക്ക് ആർത്തിയോട് ചാടി വീഴുന്നത് പോലെ എന്റെ സമുദായത്തിന്റെ മേൽ മറ്റുള്ളവർ കുതിര കയറുന്ന ഒരു കാലം വരാനിരിക്കുന്നു. സഹാബത്ത് ചോദിക്കുന്നു, അല്ലാഹുവിന്റെ റസൂലേ, വമിൻ ഖില്ലത്തിൻ ബിനാ യാ റസൂലല്ലാഹ്,
നമ്മളെ എണ്ണത്തിൽ കുറവായിരിക്കുമോ? എണ്ണത്തിൽ നമ്മൾ കുറവായിരിക്കുമോ? പ്രവാചകൻ പറഞ്ഞു, ഒരിക്കലുമില്ല, നിങ്ങൾ ധാരാളക്കണക്കിനുണ്ടായിരിക്കും. വലാകിന്നകും ഗുസാഉൻ കഗുസാഇസ്സൈൽ, പക്ഷെ നിങ്ങൾ വെറും ചണ്ടി മാത്രമായിരിക്കും. ഒഴുക്കിൽ ഒഴുകിപ്പോകുന്ന ചണ്ടി, അള്ളാഹുവിന്റെ റസൂലിന്റെ വിശദീകരണം. ആ ഒഴുക്കിനെതിരെ നീന്താൻ കഴിയാത്ത, ആഗോള വ്യാപകമായി പടർന്നു പിടിക്കുന്ന ഈ ഭൗതിക പ്രമത്തതയുടെ, അനന്തമായ ആർത്തിയുടെ, സ്വാർത്ഥത്തിന്റെ, ദുനിയാപ്രേമത്തിന്റെ, ഈ സംസ്കാരത്തിന്റെ ഒഴുക്കിനെതിരിൽ പിടിച്ചു നിൽക്കാൻ കഴിയാത്ത, പ്രതിരോധിക്കാൻ കഴിയാത്ത വെറും ചണ്ടി ഭണ്ഡാരങ്ങളായിരിക്കുമെന്ന് നിങ്ങൾ ധാരാളക്കണക്കിന് ആളുകളുണ്ടായിരിക്കും. വലാകിന്നകും ഗുസാഉൻ കഗുസാഇസ്സൈൽ, അന്ന് പടച്ചവൻ നിങ്ങളുടെ മനസ്സുകളിൽ വഹൻ അല്ലാഹു ഇറക്കും. സഹാബത്ത് ചോദിക്കുന്നു, വമൽ വഹ്നു യാ റസൂലല്ലാഹ്, എന്താണ് പ്രവാചകരെ ഈ വഹൻ എന്ന് പറഞ്ഞാൽ? ഹുബ്ബുദ് ദുനിയ വ കറാഹിയത്തുൽ മൗത്ത്. ഹുബ്ബുദ് ദുനിയ വ കറാഹിയത്തുൽ മൗത്ത്, അത് ഭൗതിക വിഭവങ്ങളോടുള്ള അതിരുകടന്ന അഭിനിവേശമാണ്, ഭൗതിക പ്രമത്തതയാണ്, മരിക്കാനുള്ള വെറുപ്പും മടിയുമാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ഗൗരവത്തിൽ പറഞ്ഞിരിക്കുന്നു. പ്രിയമുള്ളവരെ, ഈ സംസ്കാരം ആഗോള വ്യാപകമായി ഈ ഭൗതിക പ്രമത്തതയാണോ വിശ്വാസികളായ നമ്മളെ ബാധിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ഒരു ഭൗതിക മോഹിയുടെ എല്ലാ ജനിതക ലക്ഷണങ്ങളും ഒത്തുചേർന്ന വിശ്വാസി സമാജങ്ങളെ കാണേണ്ടി വരുന്ന ഒരു കാലഘട്ടത്തിലാണോ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് വളരെ ഗൗരവത്തിൽ നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. അനുഗ്രഹങ്ങളിലേക്ക് പലപ്പോഴും നമ്മുടെ കണ്ണ് തുറക്കുന്നില്ലല്ലോ. ഞാൻ ഒന്നാമതായിട്ട് എന്നോട് തന്നെയാണ് പറയുന്നത്. എനിക്കെന്റെ നാഥൻ ചൊരിഞ്ഞു തന്ന അനുഗ്രഹങ്ങളിലേക്ക് കണ്ണു തുറക്കുന്ന ഒരു മനസ്സ് എനിക്ക് നഷ്ടപ്പെട്ടു പോവുകയാണ്. അതേസമയം എനിക്കില്ലാത്തതിലേക്ക്, എന്റെ വല്ലായ്മകളിലേക്കും എന്റെ പ്രതിസന്ധികളിലേക്കും എന്റെ പ്രയാസങ്ങളിലേക്കും മാത്രമാണ് പലപ്പോഴും എന്റെ കണ്ണ് തിരിഞ്ഞു പോകുന്നത്. വഅമ്മാ ബിനിഅമത്തി റബ്ബിക ഫഹദ്ദിസ്, വഅമ്മാ ബിനിഅമത്തി റബ്ബിക ഫഹദ്ദിസ്, നിന്റെ രക്ഷിതാവിന്റെ അനുഗ്രഹങ്ങൾ, ആ അനുഗ്രഹത്തെക്കുറിച്ച് നീ സംസാരിച്ചു കൊണ്ടിരിക്കൂ എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ ഉത്ബോധിപ്പിക്കുന്നു. അനുഗ്രഹങ്ങളെക്കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കും. അനുഗ്രഹങ്ങളിലേക്ക് തുറക്കാത്ത കണ്ണുകളായി നമ്മുടെ കണ്ണുകൾ മാറി. വഇൻ തഅദ്ദു നിഅമത്തല്ലാഹി ലാ തുഹ്സുഹ, അവൻ ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ അത് നിങ്ങൾ രേഖപ്പെടുത്താൻ ശ്രമിച്ചാൽ അത് സാധ്യമാവുകയില്ല. അത്രമേൽ അനുഗ്രഹങ്ങളുടെ ആധിക്യങ്ങളിലാണ് നിങ്ങൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഭൂമിയിൽ നിലനിൽക്കുന്ന ഓരോ നിമിഷവും അല്ലാഹുവിന്റെ അപാരമായ അനുഗ്രഹങ്ങളിലാണ് നിങ്ങൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. എണ്ണിത്തിട്ടപ്പെടുത്താൻ നിങ്ങൾക്ക് സാധ്യമല്ല. എനിക്ക് ലഭിച്ച ഈ അനുഗ്രഹങ്ങളെല്ലാം ഒരു നോട്ട്ബുക്കിൽ എഴുതി വെക്കാമെന്ന് ഞാൻ തീരുമാനിച്ചാൽ സാധ്യമല്ല. ഒരുപാട് വോള്യങ്ങൾ എഴുതിയാലും തീരുകയില്ല. ഓരോ നിമിഷവും ശ്വസിച്ചുകൊണ്ടിരിക്കുന്ന ഓക്സിജൻ തുടങ്ങി, കഴിച്ചുകൊണ്ടിരിക്കുന്ന ആഹാരം തുടങ്ങി, കുടിച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം തുടങ്ങി, എണ്ണിയാലൊടുങ്ങാത്ത മനുഷ്യന്റെ അള്ളാഹുവിനാൽ നൽകപ്പെട്ട അനുഗ്രഹങ്ങൾ. വഇൻ തഅദ്ദു നിഅമത്തല്ലാഹി ലാ തുഹ്സുഹ, അതിനേക്കാളൊക്കെ ഉപരി ഭൂമിയിൽ ജീവിക്കേണ്ടത് എങ്ങനെയെന്ന അള്ളാഹുവിന്റെ ദൈവികമായ ദർശനം, സന്മാർഗത്തിന്റെ വെളിച്ചം, അതാണല്ലോ ഏറ്റവും മൂല്യവത്തായ അനുഗ്രഹം എന്ന് പറയുന്നത്. വിശുദ്ധ ഖുർആനാകുന്ന അനുഗ്രഹം നമുക്കറിയാമല്ലോ. സൂറത്തുർ റഹ്മാനിൽ അല്ലാഹു പറഞ്ഞു, വർ-റഹ്മാനു അല്ലമൽ ഖുർആൻ ഖലഖൽ ഇൻസാൻ അല്ലമഹുൽ ബയാൻ. ആയത്തുകൾ പലപ്പോഴും എന്നെ ചിന്തിപ്പിച്ചിട്ടുണ്ട്. കാരണം അവിടെ റബ്ബ് സുബ്ഹാനഹു വ തആല ഖുർആൻ നൽകിയ അനുഗ്രഹത്തെയാണ് ആദ്യമായിട്ട് എടുത്തു പറയുന്നത്. അർ-റഹ്മാനു അല്ലമൽ ഖുർആൻ, ഖുർആൻ പഠിപ്പിച്ച കാരുണ്യവാനായ നാഥൻ, ഖുർആൻ പഠിപ്പിച്ചവനായ അല്ലാഹു. അതിനുശേഷമാണ് മനുഷ്യനെ സൃഷ്ടിച്ച കാര്യം പറയുന്നത്. ഖുർആൻ തന്ന കാര്യം പറഞ്ഞതിന് ശേഷമാണ് മനുഷ്യനെ സൃഷ്ടിച്ച കാര്യം പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഈ വിശുദ്ധ ഖുർആനില്ലായിരുന്നുവെങ്കിൽ, ഈ ദൈവിക മാർഗദർശനമില്ലായിരുന്നുവെങ്കിൽ, ഈ സന്മാർഗത്തിന്റെ പ്രകാശമില്ലായിരുന്നുവെങ്കിൽ, നിങ്ങളുടെ ഈ സൃഷ്ടി പോലും, ഈ ജീവിതം പോലും, അതിൽ നൽകപ്പെട്ട അനുഗ്രഹങ്ങൾ പോലും വ്യർത്ഥമായി തീരുമായിരുന്നു എന്ന് വിശുദ്ധ ഖുർആൻ തന്നെ നമ്മെ പഠിപ്പിക്കുകയാണ്. ഞാൻ സൂചിപ്പിക്കുന്നത്, ഒരുപിടി അനുഗ്രഹങ്ങൾ അല്ലാഹു പ്രദാനം ചെയ്തു. ഈ അനുഗ്രഹങ്ങളിലേക്ക് കണ്ണു തുറക്കാത്ത മനസ്സുമായിട്ടാണ് പലപ്പോഴും നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇല്ലായ്മകളിലേക്കും വല്ലായ്മകളിലേക്കും മാത്രമാണ് നമ്മൾ പലപ്പോഴും നോക്കുന്നത്. നമ്മൾ ചെയ്യുന്നത് പരാതികൾ പറയലാണ്, പരിഭവങ്ങൾ പറയലാണ്.
നമസ്കാരം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുന്ന രണ്ട് വിശ്വാസികൾ വഴിയിൽ വെച്ച് അവർ കണ്ടുമുട്ടുന്നു. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. എന്താ സാഹിബ് വർത്താനം? അപ്പോൾ അദ്ദേഹത്തിന്റെ പ്രശ്നങ്ങളുടെ ഭാണ്ഡക്കെട്ടുകൾ അഴിക്കാൻ തുടങ്ങും. അദ്ദേഹത്തിന്റെ ശാരീരികമായ പ്രയാസങ്ങൾ, കുടുംബത്തിന്റെ പ്രശ്നങ്ങൾ, ജോലിയുടെ പ്രശ്നങ്ങൾ, വീട്ടിലുള്ള പ്രശ്നങ്ങൾ, നാട്ടിലെ പ്രശ്നങ്ങൾ, പാർട്ടിയിലെ പ്രശ്നങ്ങൾ, ഇങ്ങനെ പരിഭവം പറച്ചിലെന്ന് പറയുന്നത് നമ്മുടെ ഒരു സാമുദായിക സ്വഭാവമായി മാറുന്നോ എന്ന് സംശയിക്കേണ്ടിയിരിക്കും. നമ്മുടെ ഒരു സമുദായത്തിന്റെ തന്നെ സ്വഭാവമായി, കിട്ടിയില്ല, എനിക്കത് തന്നില്ല, കിട്ടിയില്ല, അവകാശങ്ങൾ കിട്ടിയില്ല, നമ്മളവിടെ ഇല്ല, ഇവിടെയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പരിഭവങ്ങൾ മാത്രം പറയുന്ന ഒരു സമുദായമായി മാറിക്കൊണ്ടിരിക്കുകയാണോ എന്ന് ഗൗരവത്തിൽ പരിശോധിക്കണം. ഫഅമ്മാ ബിനിഅമതി റബ്ബിക ഫഹദ്ദിസ്. നിന്റെ നാഥൻ നിനക്ക് പ്രദാനം ചെയ്ത അനുഗ്രഹം, ആ അനുഗ്രഹങ്ങളെക്കുറിച്ച് സംസാരിക്കുന്ന ഒരു മനസ്സ് നമ്മൾ വളരെ ഗൗരവത്തിൽ വളർത്തിയെടുക്കേണ്ടതുണ്ട്. പ്രയാസങ്ങൾ ആരോടും പങ്കുവെക്കേണ്ടതില്ല എന്നല്ല, പ്രയാസങ്ങളെ പറയാനുള്ളൂ. അനുഗ്രഹങ്ങളെക്കുറിച്ചും കച്ചവടം എങ്ങനെയുണ്ട്, അപ്പോൾ നമ്മൾ സാമ്പത്തിക മാന്യത്തെക്കുറിച്ച് പ്രസംഗിക്കാൻ തുടങ്ങും. ഇത് ഒരു എല്ലാ മേഖലയിലും അങ്ങനെ തന്നെയാണ്. നമ്മുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും മാത്രമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മുൻഗാമികളായ സഹാബത്തിനെ കുറിച്ച് നമുക്കറിയാമല്ലോ. ഖൈറുൽ ഖുറൂനി ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും എന്ന് പ്രവാചകൻ പ്രശംസിച്ചു പറഞ്ഞ നമ്മുടെ മാതൃകാ തലമുറകൾ, പ്രവാചകനോടൊപ്പം ജീവിച്ച സഹാബത്തിന്റെ തലമുറ, ആ സഹാബത്തിനെ പിന്തുടർന്നു വന്ന താബിഈങ്ങളുടെ ജനറേഷൻ, അതിനുശേഷം കടന്നു വന്ന താബിഈങ്ങളുടെ തലമുറകൾ, ഇവരൊക്കെ എങ്ങനെയാണ് അനുഗ്രഹങ്ങളെക്കുറിച്ച് സംസാരിക്കുന്ന ഈ വിശുദ്ധ ഖുർആനിന്റെ സംസ്കാരം ഫഅമ്മാ ബിനിഅമതി റബ്ബിക ഫഹദ്ദിസ് എങ്ങനെയാണ് പ്രാവർത്തികമാക്കിയത് എന്ന് ചരിത്രം നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. വിശദീകരിച്ച് പറയാൻ ശാരീരികമായിട്ടുള്ള പ്രയാസങ്ങളുണ്ട്, സമയപരിമിതികളുണ്ട്. ഞാൻ സൂചിപ്പിക്കുക മാത്രമാണ് ചെയ്യുന്നത്. ഖാലി ശുറൈഹ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം വഴിയിൽ വെച്ചൊരാളെ കണ്ടുമുട്ടി. അപ്പോൾ ആ മനുഷ്യൻ ഇതുപോലെ പരാതിക്കെട്ടഴിക്കാൻ തുടങ്ങി. മഹാനായ ഖാലി ശുറൈഹ് പറഞ്ഞു, എന്തിനാണ് സഹോദര എപ്പോഴും ഇങ്ങനെ പരാതികളും പരിഭവങ്ങളും തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? താങ്കൾ എന്റെ ഈ വലത് കണ്ണിലേക്കൊന്ന് നോക്കൂ. കഴിഞ്ഞ 15 വർഷമായി കണ്ണുകൊണ്ടൊരു വസ്തുവിനെ, ഒരു വ്യക്തിയെ ഞാൻ കണ്ടിട്ടില്ല. 15 വർഷമായി. പക്ഷെ ഇന്നോളം ഞാൻ ഒരൊറ്റ മനുഷ്യനോട് ഇങ്ങനെ പറഞ്ഞിട്ടില്ല. ഇപ്പോൾ താങ്കളോട് പറഞ്ഞു ചോദിച്ചാൽ ഒരാളോടും ഞാൻ എന്റെ കണ്ണിന് കാഴ്ച നഷ്ടപ്പെട്ട വിവരം പറഞ്ഞിട്ടില്ല. എന്തിനാണ് നമ്മളിങ്ങനെ പരിഭവങ്ങൾ മാത്രം ആളുകളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? എത്രയോ അനുഗ്രഹങ്ങൾ അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്തിരിക്കുന്നു. മഹാനായ യാക്കൂബ് അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞില്ലേ, ഇന്നമാ അശ്കൂ ബസ്സി വഹുസ്നി ഇലല്ലാഹ്, എന്റെ എല്ലാ സങ്കടങ്ങളും എന്റെ എല്ലാ ആവലാദികളും എന്റെ നാഥന്റെ മുമ്പിലാണ് ഞാൻ തുറന്നു വെക്കുന്നത് എന്ന് പറയുകയുണ്ടായല്ലോ. നിങ്ങൾ ആ പരിഭവം പറയുന്നത് നിങ്ങളുടെ മിത്രത്തോടാണെങ്കിൽ ഉള്ളിൽ അയാൾ സന്തോഷിക്കുകയാണ് ചെയ്യുക. നിങ്ങൾ പ്രയാസത്തിലാണെന്നറിയുമ്പോൾ അയാൾ സന്തോഷിക്കുകയാണ് ചെയ്യുക. അഥവാ നിങ്ങളുടെ ശത്രുവിനോടാണ് പറയുന്നതെങ്കിൽ അദ്ദേഹം സന്തോഷിക്കുകയാണ് ചെയ്യുക. മിത്രത്തോടാണ് പറയുന്നതെങ്കിൽ അദ്ദേഹത്തിന്റെ മനസ്സിൽ നിങ്ങളുടെ ഈ പ്രയാസങ്ങൾ ഒരു വേദനയായിട്ട് മാറുകയാണ് ചെയ്യുക. രണ്ടായാലും അത് പറയാതിരിക്കലാണ് കൂടുതൽ ഉത്തമം. റബ്ബിനോട് പറയാമല്ലോ, വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് ഉജീബു ദഅവത ദാഇ ഇദാ ദഅൻ ഫല്യസ്തജീബൂ ലി വലിയുമിനൂ ബി ലഅല്ലഹും യർഷുദൂൻ. ചാരത്ത് തന്നെയുണ്ടല്ലോ റബ്ബ്. വനഹ്നു അഖറബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്. പ്രാണഞരമ്പിനേക്കാൾ അടുത്തു നിൽക്കുന്ന റബ്ബിനോട് നമുക്കെല്ലാം പങ്കുവെക്കാമല്ലോ എന്ന് പറഞ്ഞ ഖാലി ശുറൈഹിന്റെ സംഭവം നമുക്കറിയാം. ഞാൻ സൂചിപ്പിക്കുന്നത്, വളരെ ലളിതമായി സൂചിപ്പിക്കുന്നത്, അൽഹംദുലില്ലാഹ് എന്ന് പറയുന്ന ഒരു സംസ്കാരം വളർത്തിയെടുക്കുവാൻ സഹോദരങ്ങളെ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ആ സംസ്കാരം തിരിച്ചുപിടിക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഇതാണ് നമ്മുടെ മുദ്രയെന്ന് തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഒരിറക്ക് വെള്ളം കുടിച്ചാൽ ഒരു വിശ്വാസി അല്ലാഹുവിനെ സ്തുതിക്കുന്നുണ്ട്. ഒരുപിടി ആഹാരം കഴിച്ചാൽ അല്ലാഹുവിനെ നന്ദി രേഖപ്പെടുത്തുന്നുണ്ട്. അൽഹംദുലില്ലാഹില്ലദീ അത്അമനി വഅസ്ഖാനി വജഅലനി മിനൽ മുസ്ലിമീൻ. എന്തൊരു ഉദാത്തമായ ഒരു പ്രാർത്ഥനയാണ്, എന്തൊരു ഉദാത്തമായ ഒരു നന്ദി പ്രകടനമാണ്. അല്ലാഹുവേ, ഈ ഭക്ഷണം എനിക്ക് തന്ന, ഈ വെള്ളം കുടിക്കാൻ എനിക്ക് അവസരം തന്ന, സർവോപരി നിന്റെ വെള്ളം കുടിച്ച് നിന്റെ ആഹാരം കഴിച്ച് നിനക്ക് നന്ദി രേഖപ്പെടുത്താനുള്ള ഒരു മനസ്സെനിക്ക് പ്രദാനം ചെയ്ത അല്ലാഹുവേ, വജഅലനി മിനൽ മുസ്ലിമീൻ. അറ്റത്ത് പറയുന്നത് വളരെ
പ്രാധാന്യമർഹിക്കുന്ന കാര്യമാണ്. വെള്ളം കുടിച്ച് കടന്നു പോകുന്ന ധാരാളം ആളുകളുണ്ട്. അള്ളാഹുവിന്റെ ഭൂമിയിൽ അവന്റെ ആഹാരം കഴിച്ച് കടന്നുപോകുന്ന ധാരാളം ആളുകളുണ്ട്. പക്ഷേ തന്നവന് നന്ദി പറയുന്ന, ആ അള്ളാഹുവിന്റെ നിയമങ്ങളെ ഗൗനിക്കുന്ന, ആ പടച്ചവന് കൃതജ്ഞത പ്രകാശിപ്പിക്കുന്ന ഒരു ഹൃദയം നൽകിയ, ഒരു മുസ്ലിമിന്റെ ഹൃദയം നൽകിയ പടച്ചവനെ നിനക്കാണ് സ്തുതി എന്ന് പറയുന്ന സംസ്കാരത്തിലാണ് ഒരു വിശ്വാസി പരിശീലിപ്പിക്കപ്പെട്ടത് എന്ന് നമ്മൾ തിരിച്ചറിയണം. ബാത്റൂമിൽ പോയി നമ്മുടെ ബുദ്ധിമുട്ടുകൾ മാറി അങ്ങനെ ശോധന കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ പുറത്തേക്കിറങ്ങുമ്പോൾ അയാൾ പറയും അൽഹംദുലില്ലാഹില്ലദീ അദ്ഹബ അന്നിൽ അദാ വഅഫാനി. പടച്ചവനെ, എനിക്ക് പ്രയാസം ദൂരീകരിച്ചു തന്ന പടച്ചവനെ നിനക്ക് സ്തുതി എന്ന് പറയുന്നു. വാഹനപ്പുറത്ത് കയറുമ്പോൾ സഹാബത്തിന്റെ ജീവിതം നമുക്കറിയാം. ജീനിയെ സ്പർശിക്കുമ്പോൾ അവർ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയും. ഒട്ടകപ്പുറത്ത് കയറി ഇരുന്നിട്ട് ആദ്യമായി പറയുന്ന അൽഹംദുലില്ലാ അൽഹംദുലില്ലാ എന്നാണ് പറയുന്നത്. അല്ലാഹുവേ, നിനക്കാണ് സ്തുതി എന്ന്. ഈ നന്ദി പ്രകാശനമാണ്, അഥവാ നന്ദി പ്രകടിപ്പിക്കുന്നവരും ഇല്ലാത്തവരുമാരാണ് എന്ന പരീക്ഷണമാണല്ലോ ജീവിതമെന്ന് പറഞ്ഞാൽ. വിശുദ്ധ ഖുർആൻ അങ്ങനെയാണ് നമ്മെ പഠിപ്പിക്കുന്നത്. മനുഷ്യൻ എന്നൊരു അധ്യായമുണ്ട് ഖുർആനിൽ, നമുക്കറിയാം. സൂറത്തുൽ ഇൻസാൻ. ഹൽ അതാ അലൽ ഇൻസാനി ഹീനും മിനൽ ദഹർ ലം യകുൻ ശൈഅൻ മദ്കൂറാ ഇന്നാ ഖലഖനൽ ഇൻസാന മിൻ നുത്ഫത്തിൻ അംശാജിൻ നബ്തലീഹി ഫജഅൽനാഹു സമീഅൻ ബസീറാ ഇന്നാ ഹദൈനാഹു സബീല ഇമ്മാ ശാകിറൻ വ ഇമ്മാ കഫൂറാ ഇമ്മാ ശാകിറൻ വ ഇമ്മാ കഫൂറാ. നന്ദി രേഖപ്പെടുത്തി ജീവിക്കുന്നവൻ ആരാണ്? പടച്ചവന്റെ അനുഗ്രഹങ്ങൾ ആസ്വദിച്ചിട്ടും നന്ദികേട് കാണിക്കുന്നവൻ ആരാണ് എന്ന പരീക്ഷണമാണ് ഈ ഭൂമിയിലെ ജീവിതം എന്ന് ഖുർആൻ പറയും. ഇമ്മാ ശാകിറൻ വ ഇമ്മാ കഫൂറാ വഇദ തഅസ്സന റബ്ബുക്കും, നിങ്ങളുടെ നാഥൻ വിളംബരം ചെയ്യുന്ന സന്ദർഭം ലഇൻ ശകർതും ലഅസീദന്നക്കും, ഈ ശുക്റിന്റെ, ഈ കൃതജ്ഞതയുടെ, ഈ നന്ദി പ്രകാശനത്തിന്റെ ഒരു ശൈലി നിങ്ങൾ സ്വീകരിച്ചാൽ ലഅസീദന്നക്കും, നിങ്ങൾക്ക് നാം വർദ്ധിപ്പിച്ചു തരും. എന്താണ് വർദ്ധിപ്പിച്ചു തരുന്നതെന്ന് പറഞ്ഞില്ല. നിങ്ങൾക്കെല്ലാം വർദ്ധിപ്പിച്ചു തരും, വിഭവങ്ങൾ വർദ്ധിപ്പിച്ചു തരും. അള്ളാഹുവിനോട് നന്ദി പുലർത്താനുള്ള ഈ വിശിഷ്ടമായ മനസ്സ് അത് നിങ്ങൾക്ക് അള്ളാഹു വളർത്തിത്തരും. നിങ്ങൾക്ക് ഗുണകരമായതെല്ലാം പടച്ച തമ്പുരാൻ വർദ്ധിപ്പിച്ചു തരും. ലഇൻ ശകർതും ലഅസീദന്നക്കും വലഇൻ കഫർതും മിൻ അദാബി ലശദീദ്. നന്ദികേടിന്റെ മാർഗമാണ് നിങ്ങൾ സ്വീകരിക്കുന്നതെങ്കിൽ ഓർക്കണം, ഇന്ന അദാബി ലശദീദ്, തീർച്ചയായും എന്റെ ശിക്ഷ അതികഠിനമാണ്, അസഹ്യമാണ് എന്ന് ഖുർആൻ വളരെ ഗൗരവത്തിൽ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. അനുഗ്രഹങ്ങൾക്ക് നന്ദി പ്രകാശിപ്പിക്കുന്ന ഒരു മനസ്സ്, ഇതാണ് സത്യവിശ്വാസികൾ വളർത്തിയെടുക്കേണ്ടത് എന്ന് മാത്രമാണ് സൂചിപ്പിക്കുന്നത്. ഈ ശുക്രിന്റെ ശൈലി നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റുവാൻ മഹാന്മാരായ ഉലമാവ് ഒരുപിടി മാർഗങ്ങൾ നിർദ്ദേശിച്ചു തന്നിട്ടുണ്ട്. ഒന്ന് രണ്ടെണ്ണം ഞാൻ സൂചിപ്പിക്കുകയാണ്. ഒന്ന്, ആന്തരികമായും ബാഹ്യമായും നമുക്ക് നൽകപ്പെട്ട ഈ അനുഗ്രഹങ്ങൾ അതിനെക്കുറിച്ച് നിരന്തരമായി അനുസ്മരിച്ചുകൊണ്ടിരിക്കുവാൻ, ഓർത്തുകൊണ്ടിരിക്കുവാൻ സത്യവിശ്വാസികൾക്ക് കഴിയണം. വിശേഷിച്ചും ഏകാന്തതകളിൽ, ഒറ്റയ്ക്കിരിക്കുന്ന സന്ദർഭങ്ങളിൽ റബ്ബ് സുബ്ഹാനഹു വ തആല ചെയ്തു തന്ന ഈ എണ്ണമറ്റ അനുഗ്രഹങ്ങളെക്കുറിച്ച് അനുസ്മരിച്ചുകൊണ്ടേയിരിക്കുക. അതാണ് പ്രധാനപ്പെട്ട ഒരു മാർഗം എന്ന് പറഞ്ഞാൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ അനുഗ്രഹം എനിക്ക് നിഷേധിച്ചിരുന്നുവെങ്കിൽ എന്ന രീതിയിലൊന്ന് ചിന്തിച്ചു നോക്കുക. എനിക്ക് 2 കണ്ണുകളുണ്ട്, കാഴ്ചശക്തിയുണ്ട്, നാഥൻ എനിക്ക് അന്ധതയാണ് വിധിച്ചിരുന്നതെങ്കിലോ എന്റെ ജീവിതം എങ്ങനെയാകുമായിരുന്നു എന്ന് ചിന്തിച്ചു നോക്കുക. എനിക്ക് 2 കാതുകൾ അല്ലാഹു നൽകി, ഈ പ്രകൃതിയിലെ ശബ്ദവൈവിധ്യങ്ങളെ തിരിച്ചറിയുവാൻ എനിക്ക് സാധിക്കുന്നു. അല്ലാഹു എനിക്ക് കാതുകൾക്ക് കേൾവിശക്തിക്ക് പകരം ബധിരതയാണ് അല്ലാഹു എനിക്ക് നൽകിയിരുന്നതെങ്കിലോ എന്റെ അവസ്ഥ എന്താകുമായിരുന്നു എന്ന് ഞാൻ ചിന്തിച്ചു നോക്കുക. ഞാനെല്ലാം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന എന്റെ കൈകൾ, ഈ കൈകൾ പടച്ചവൻ തളർത്തിക്കളഞ്ഞിരുന്നുവെങ്കിൽ എന്താകുമായിരുന്നു എന്റെ ജീവിതത്തിന്റെ ഗതി? എന്റെ ഈ കാലുകൾ കുഴഞ്ഞുപോയിരുന്നുവെങ്കിൽ എന്തായിരിക്കും എന്റെ ജീവിതം എന്നിങ്ങനെ ചിന്തിച്ചു നോക്കുക. ഒറ്റയ്ക്കിരിക്കുമ്പോൾ ഏകാന്തതകളിൽ അല്ലാഹു നൽകിയ ഈ അനുഗ്രഹങ്ങളെക്കുറിച്ച് നിരന്തരം ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ശുക്രിന്റെ ജീവിതശൈലി നമുക്ക് സ്വായത്തമാക്കാനുള്ള ഒരു മാർഗമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പറയുകയുണ്ടായി. നമുക്ക് 100 നേട്ടങ്ങൾ കിട്ടിയിട്ടുണ്ട്. ആ 100 നേട്ടങ്ങൾ നമ്മൾ മറന്നുകൊണ്ട് ഒരൊറ്റ ഒരു പ്രയാസം നേരിടുന്നുണ്ട്. ആ പ്രയാസത്തെക്കുറിച്ച് മാത്രം 24 മണിക്കൂർ ചിന്തിച്ചുകൊണ്ടിരിക്കുക. ഈ ഒരു അനാരോഗ്യകരമായിട്ടുള്ള ഒരു ജീവിതശൈലിയാണ്
പലപ്പോഴും നമ്മൾ ഇന്ന് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നത് ഖേദകരമാണ്. രണ്ടാമത്തെ കാര്യം, തന്നവൻ അല്ലാഹുവാണ്, തിരിച്ചെടുക്കുവാനും അവന് സാധിക്കും എന്ന ഒരു ചിന്ത നമ്മൾ നിരന്തരം സജീവമായിട്ട് നിലനിർത്തുക. അല്ലാഹുവാണ് എനിക്ക് നേട്ടം തന്നത്, നേട്ടം തന്നവന് അത് തിരിച്ചെടുക്കാനും ഒരു പ്രയാസവുമില്ല എന്ന് ചിന്തിക്കുമ്പോഴേ നേടിയതിനുള്ള അഹന്ത ഇല്ലാതാക്കുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. പലപ്പോഴും കിട്ടിയ സമ്പത്തിന്റെ പേരിലോ ആരോഗ്യത്തിന്റെ പേരിലോ സൗന്ദര്യത്തിന്റെ പേരിലോ പലപ്പോഴും നമ്മൾ അറിയാതെ അഹന്തയുടെ വാക്കുകൾ ഉച്ചരിച്ചു പോകുന്നുണ്ട്. അള്ളാഹു നൽകിയ ഈ സംഗതികൾ ഒരു നിമിഷം കൊണ്ട് തിരിച്ചെടുക്കുവാൻ അവന് സാധ്യമാകും. പടച്ചവനെ, നീ തന്നത് തടയാൻ ആർക്കും സാധ്യമല്ല, നീ തടഞ്ഞത് തരാനും ആർക്കും സാധ്യമല്ല, നിന്റെ തീരുമാനങ്ങൾക്ക് ഭേദഗതി ഉണ്ടാക്കുവാനും ആർക്കും സാധ്യമല്ല. ഇതൊരു വിശ്വാസിയുടെ ജീവിത വീക്ഷണമാണ്. ഇത് നിരന്തരം നമ്മൾ നമ്മുടെ സജീവമായിട്ട് നമ്മുടെ മനസ്സിൽ നിലനിർത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കലാണ് ശുക്റിന്റെ ജീവിതശൈലിക്കുള്ള മറ്റൊരു മാർഗം എന്ന് പറഞ്ഞാൽ അള്ളാഹു ഏത് നിമിഷവും ഇത് തിരിച്ചെടുത്തേക്കാം എന്നൊരു ചിന്ത. മൂന്നാമതായി, താഴെയുള്ളവരിലേക്ക് നോക്കുക. മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞു, നന്ദിയുടെ ഒരു ജീവിത ശൈലി നിങ്ങൾക്ക് സ്വീകരിക്കാൻ കഴിയണമെങ്കിൽ ഈ ഒരു മാർഗം നിങ്ങൾ വളർത്തിയെടുക്കുക. സൗകര്യങ്ങളുടെ കാര്യങ്ങളിൽ, വിഭവങ്ങളുടെ കാര്യങ്ങളിൽ നമ്മേക്കാൾ താഴെയുള്ള ആളുകളിലേക്ക് നോക്കുക. ഉൻദുറൂ ഇലാ മൻ ഹുവ അസ്ഫല മിൻകും വലാ തൻദുറൂ ഇലാ മൻ ഹുവ അഅലാ മിൻകും. നിങ്ങളെക്കാൾ ഉയർന്ന ജീവിത സൗകര്യങ്ങളുള്ള ആളുകളിലേക്ക് നിങ്ങൾ കണ്ണയച്ചുകൊണ്ട് അസൂയപ്പെട്ടുകൊണ്ട് കിട്ടിയില്ലല്ലോ എന്ന ബേജാറിലല്ല ജീവിക്കേണ്ടത്, താഴെയുള്ളവരിലേക്ക് നോക്കുക. പലപ്പോഴും നമ്മൾ സൂചിപ്പിച്ചിട്ടുള്ള അല്ലാമ സഅദി ശിറാസിയുടെ ആ കഥയുണ്ടല്ലോ, മനോഹരമായ ആ കഥയിലൂടെ അദ്ദേഹം അതാണ് ബോധ്യപ്പെടുത്തുന്നത്. പള്ളിയിലേക്ക് കയറുമ്പോൾ, ഡമസ്കസിലെ പള്ളിയിലേക്ക് കയറുമ്പോൾ അദ്ദേഹം പൊട്ടിപ്പോയ ചെരുപ്പിനെ കുറിച്ച് ബേജാറാവുകയാണ്. അള്ളാഹുവിന്റെ വഴിയിൽ ഇങ്ങനെയൊക്കെ ജീവിച്ചിട്ടും ഒരു ജോഡി ചെരുപ്പ് വാങ്ങാനുള്ള പണം എന്റെ കയ്യിലില്ലല്ലോ, ഈ അവസ്ഥയിലായിപ്പോയല്ലോ ഞാൻ എന്ന്. പക്ഷേ പള്ളിയുടെ കവാടത്തിൽ രണ്ട് കാലുമില്ലാത്ത ഒരു മനുഷ്യൻ ഇരിക്കുകയാണ്. അപ്പോഴാണ് അദ്ദേഹത്തിന്റെ ബോധമുണരുന്നത്, എനിക്ക് ചെരുപ്പ് പൊട്ടി എന്നതാണ് സങ്കടം, ഇദ്ദേഹത്തിന് രണ്ട് കാലുമില്ലല്ലോ. ഉൻദുറൂ ഇലാ മൻ ഹുവ അസ്ഫല മിൻകും വലാ തൻദുറൂ ഇലാ മൻ ഹുവ അഅലാ മിൻകും. നമ്മളെക്കാൾ താഴെയുള്ളവരിലേക്ക് നോക്കിക്കൊണ്ടിരിക്കലാണ് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളുടെ മൂല്യം മനസ്സിലാക്കാനുള്ള ഒരു മാർഗമെന്ന് നാം തിരിച്ചറിയുക. ഇങ്ങനെയുള്ള മാർഗങ്ങളിലൂടെ ഒരു ശുക്റിന്റെ ജീവിതശൈലി, അള്ളാഹു പറയുന്നു, പടച്ചവനോട് നന്ദി പ്രകാശിപ്പിക്കുന്ന ഒരു ജീവിതം വളർത്തിയെടുക്കുക. നന്ദി പ്രകാശനം എന്നത് നമുക്കെല്ലാം അറിയുന്ന, എപ്പോഴും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണല്ലോ. ഒരാളൊരു വഴി പറഞ്ഞു തന്നു, അയാളോട് നമ്മുടെ ഏറ്റവും ചെറിയ കുട്ടി പോലും താങ്ക്സ് പറയും, അത് നമുക്കറിയാം. ഒരു യോഗം നടത്തിയാൽ അതിന് അവസാനത്തെ അജണ്ട എന്ന് പറയുന്നത് നന്ദി പ്രകടനമാണ്, വോട്ട് ഓഫ് താങ്ക്സ് ആണ്, കൃതജ്ഞത പറയുക. ഇങ്ങനെ സഹപ്രവർത്തകരോട് സഹജീവികളോട് നന്ദി പറയുന്ന മനുഷ്യനാണ് പലപ്പോഴും അള്ളാഹുവിന് നന്ദി പറയുവാൻ, അള്ളാഹുവിനോടുള്ള നന്ദി പ്രകാശനമാക്കി മാറ്റിയെടുക്കേണ്ട നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ച് ആ ഒരു ബോധത്തിൽ നിന്ന് പലപ്പോഴും മറിഞ്ഞു പോകുന്നത്. ലാളിത്യത്തിന്റെയും മിതത്വത്തിന്റെയും അനാർഭാടത്തിന്റേതുമായ സംതൃപ്തിയുടെ ഒരു ജീവിതശൈലി, ഒരു ബദൽ ജീവിതശൈലി വളർത്തിയെടുക്കുവാൻ വിശുദ്ധ ഖുർആനിന്റെ അഹ്ലുകാരെന്ന നിലക്ക് നമുക്ക് സാധിക്കേണ്ടതുണ്ട് എന്ന് മാത്രമാണ് സൂചിപ്പിക്കുന്നത്. ലാളിത്യത്തിന്റേതായ ഒരു ജീവിതശൈലി. എനിക്ക് പണമില്ല എന്ന ചിന്തയല്ല, എന്റെ ചുറ്റുപാട് ഒരുപാട് ആളുകൾ കഷ്ടപ്പെടുന്നു എന്ന ചിന്ത. ആ ചിന്ത നഷ്ടപ്പെടുന്നിടത്താണ് ഭൗതികതയുടെ വക്താക്കൾ ലോകത്തെ ഏറ്റവും വലിയ അനീതിയാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ അറിയണം. അമേരിക്കയിലെ ഏറ്റവും പ്രധാനപ്പെട്ട 3 പണക്കാരുടെ വരുമാനം 60 ദരിദ്ര രാജ്യങ്ങളുടെ മൊത്തം വരുമാനത്തിന് തുല്യമാണ് എന്ന് നമ്മൾ അറിയുമ്പോൾ ഈ അനീതി നിറഞ്ഞ ലോകത്തിന് കാരണക്കാരാകുന്നത് സമൂഹത്തെക്കുറിച്ചുള്ള ചിന്തയില്ലായ്മയാണ് എന്ന് നമുക്കറിയാം. വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം എന്റെ പണമല്ലേ, ഞാൻ ബിസിനസ് ചെയ്തുണ്ടാക്കിയതല്ലേ, ഞാൻ ഗൾഫിൽ പോയി സമ്പാദിച്ചതല്ലേ, ഞാനിങ്ങനെ ആർഭാടത്തിൽ എന്റെ മകളുടെ കല്യാണം നടത്തിയാൽ, ഞാനിങ്ങനെ ഒരു കൊട്ടാരം പോലത്തെ വീടുണ്ടാക്കിയാൽ ആർക്കെന്ത് ചെയ്യണമെന്ന് ചിന്തിക്കുന്ന ഒരു മനസ്സല്ല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ഒരു പുതപ്പ് നിനക്ക്, ഒന്ന് നിന്റെ കുടുംബത്തിന്, മൂന്നാമതൊന്ന് വീട്ടിൽ വരുന്ന അതിഥിക്ക്, വറാബിഉൽ ശൈത്താൻ, നാലാമതൊന്നുണ്ടെങ്കിൽ അത് പിശാചിന് അവകാശപ്പെട്ടതാണ് എന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. പനയോലയുടെ പാടുകൾ പ്രവാചകന്റെ ശരീരത്തിൽ കാണുമ്പോൾ സഹാബത്ത് ചോദിച്ചുവല്ലോ, ഞങ്ങളൊരു നല്ല മെത്ത ഉണ്ടാക്കി തരട്ടെ. മാലിയുൽ ദുനിയ, ഞാനും ഈ ദുനിയാവും തമ്മിൽ
എന്ത് ബന്ധമാണുള്ളത്? ഒരു യാത്രക്കാരൻ ഇസ്തദല്ല തഹ്ത ശിജറത്തിൻ സുമ്മ റാഹ ഫതറകഹ, ഒരു തണൽ മരത്തിന്റെ ചോട്ടിൽ അല്പനേരം അയാൾ വിശ്രമിച്ചു, പിന്നെ പൊടിയും തട്ടി എഴുന്നേറ്റ് പോകുന്ന ഒരു സഞ്ചാരി. ആ ബന്ധമല്ലേ ഞാനും ഈ ദുനിയാവും തമ്മിലുള്ളൂ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറയുകയുണ്ടായി. നമുക്കറിയാമല്ലോ, എനിക്ക് അത്യാവശ്യമുള്ളത് മാത്രം തന്നാൽ മതി എന്നായിരുന്നു ഭൗതിക വിഭവങ്ങളുടെ കാര്യത്തിൽ പടച്ചവനോടുള്ള പ്രവാചകന്റെ പ്രാർത്ഥന. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുവദിച്ച രീതിയിൽ ഭൗതിക വിഭവങ്ങൾ വർദ്ധിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഏർപ്പെടേണ്ടെന്നല്ല, വബ്തഗൂ മിൻ ഫളിലില്ലാഹ്, പക്ഷേ വദ്കുറുല്ലാഹ കസീറ, അല്ലാഹുവിന്റെ ഈ വിഭവങ്ങൾ സമ്പാദിക്കാനുള്ള ശ്രമത്തിനിടയിൽ അല്ലാഹുവിനെ മറന്നുപോകാതെ കിട്ടിയ അനുഗ്രഹങ്ങളിൽ സംതൃപ്തിയില്ലാത്ത, സന്തോഷമില്ലാത്ത, അതിന്റെ മൂല്യം ആസ്വദിക്കാൻ പറ്റാത്ത ഒരു ജീവിതം അതല്ല വിശ്വാസികൾ നയിക്കേണ്ടത് എന്ന് സൂചിപ്പിക്കുകയാണ്. ലാളിത്യത്തിന്റെ ഒരു ജീവിതശൈലിയാണ്, മിതത്വത്തിന്റെ ഒരു ജീവിതശൈലിയാണ്. ഒരു തുള്ളി വെള്ളം പോലും അമിതമായിട്ട് ഉപയോഗിക്കാത്ത ഒരു ജീവിതശൈലി, അതാണ് നമ്മൾ ഈ പറയുന്ന ബദൽ ജീവിതശൈലി എന്ന് പറയുന്നത്. സയ്യിദ് റളിയല്ലാഹു അൻഹു ഒളിവെടുക്കുന്നത് നമുക്കറിയാമല്ലോ, ഒരൽപ്പം വെള്ളം കൂടുതൽ ഉപയോഗിച്ചു. റസൂലുള്ള ക്ഷോഭത്തോടുകൂടി ചോദിച്ചു, മാഹാദ സർഫ് യാ സയ്യിദ്, ഇതെന്തൊരു ധൂർത്താണ്? അദ്ദേഹം ചോദിക്കുന്നു, ഒളിവെടുക്കുന്നതിലുമുണ്ടോ ധൂർത്ത്? റസൂലുള്ള പറഞ്ഞു, തീർച്ചയായും ഉണ്ട്. വലൗ കുന്ത ഫീ നഹരിൻ ജാർ, ഒഴുകുന്ന ഒരു സമുദ്രത്തിൽ നിന്നാണ് നീ ഒളു ചെയ്യുന്നതെങ്കിലും നിനക്കാവശ്യമുള്ളതിനപ്പുറം നീ ഉപയോഗിച്ചുകൂടാ എന്ന് പഠിപ്പിക്കുന്ന ഒരു ജീവിത വീക്ഷണത്തിന്റെ വക്താക്കളാണ് നാം എന്ന് നിരന്തരം ഓർമ്മിച്ചുകൊണ്ടിരിക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഇതാണ് നമ്മുടെ ഈ കാലഘട്ടത്തിൽ എല്ലാവിധ ആസക്തികളും കയറുപൊട്ടിച്ച് എല്ലാവിധ ആർത്തികളും നിറഞ്ഞാടിക്കൊണ്ടിരിക്കുന്ന ഒരു ഭൗതിക പ്രമത്തതയുടെ ജീവിത സംസ്കാരം മതവിഭാഗങ്ങളെപ്പോലും വിശ്വാസ സമാജങ്ങളെപ്പോലും വളരെ സാരമായി ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന, ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഒരു ഭൗതിക മോഹിയുടെ എല്ലാ ലക്ഷണങ്ങളുമൊത്ത ഒരു വിശ്വാസി. അയാൾ നോമ്പെടുക്കുന്നുണ്ട്, അയാൾ നമസ്കരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, അയാൾ ഹജ്ജ് നിർവഹിക്കുന്നുണ്ട്. പക്ഷെ ഒരു ഭൗതിക മോഹിയുടെ എല്ലാ ആർത്തിയും സ്വാർത്ഥവും നിറഞ്ഞ ഒരു മനുഷ്യനായി ഇങ്ങനെ ഒരു വൈരുദ്ധ്യത്തിന്റെ കാലഘട്ടത്തിൽ ഈ ജീവിത സംതൃപ്തിയുടെ, ഈ സന്തുഷ്ടിയുടെ, മിതത്വത്തിന്റെ, ലാളിത്യത്തിന്റെ അനാർഭാടമായ ഒരു ജീവിതശൈലിയുടെ സംസ്കാരമാണ് വിശ്വാസ സമാജം ഉയർത്തിപ്പിടിക്കേണ്ടത് എന്ന് മാത്രം സൂചിപ്പിക്കുന്നു. ഇത് ഈ കാലഘട്ടത്തിൽ നമ്മുടെ മുദ്രയാക്കി മാറ്റുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. മഹാനായ ഇദ്രീസ് തൗഫീഖ് നമ്മുടെ കാലഘട്ടത്തിൽ പ്രബോധന വേദികളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു വലിയ പ്രബോധകനായി മാറിയ വ്യക്തിത്വമാണ്. ബ്രിട്ടീഷുകാരനാണ് അദ്ദേഹം. അദ്ദേഹം പറഞ്ഞ ഒരു വാക്ക് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അദ്ദേഹം പറഞ്ഞു, എന്നെ ഇസ്ലാമിലേക്ക് കൊണ്ടെത്തിച്ചത് രണ്ട് വാക്കാണ്. അൽഹംദുലില്ലാ എന്ന ഈ രണ്ട് വാക്കുകളാണ് എന്നെ ഇസ്ലാമിലേക്ക് എത്തിച്ചത് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. ഇദ്രീസ് തൗഫീഖ് ഒരു റോമൻ കത്തോലിക്ക പുരോഹിതനായിരുന്നു. വത്തിക്കാനിൽ പോലും ഒരുപാട് നാള് വൈദികനായി ജോലിയെടുത്ത ഒരു ക്രൈസ്തവ പണ്ഡിതനായിരുന്നു അദ്ദേഹം. ഒരു ഒഴിവുകാലം ചെലവഴിക്കാൻ ഈജിപ്തിൽ ചെന്നതാണ്. അങ്ങനെ താമസിക്കുന്ന ഹോട്ടലിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ അവിടെ തെരുവിൽ ഒരു ചെറിയ ഒരു മുസ്ലിം പയ്യൻ, ചെരുപ്പ് നന്നാക്കുന്ന, ഷൂ പോളിഷ് ചെയ്യുന്ന ഒരു പയ്യൻ ഇരിക്കുന്നു. കണ്ടപാടെ ഇദ്ദേഹം ചോദിച്ചു, ഹൗ ആർ യു, എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചു. ഉടനെ ഈ കുട്ടി വളരെ സുസ്മേരവദനായിട്ട് പറഞ്ഞു, അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ, അല്ലാഹുവിനാണ് സ്തുതി. ഈ എല്ലാ കഷ്ടപ്പാടുകൾക്കും വളരെ അരിഷ്ടിച്ച ഈ ചെരുപ്പുകുത്തിയുടെ ജീവിതത്തിനിടയിലും എല്ലാ സങ്കടങ്ങൾക്കും അപ്പുറം എനിക്ക് തന്ന എല്ലാ നേട്ടങ്ങൾക്കും സൃഷ്ടാവായ നാഥനോട് നന്ദി പ്രകാശിപ്പിക്കുന്ന ആ സംതൃപ്തിയിൽ, ആ സന്തുഷ്ടിയിൽ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകുന്ന ഈ പയ്യൻ, അവന്റെ പ്രതികരണം അദ്ദേഹത്തെ വല്ലാതെ ചിന്തിപ്പിച്ചു. ഇങ്ങനെ ജീവിതത്തെ സ്വീകരിക്കുവാൻ, ഇങ്ങനെ ജീവിതത്തെ നോക്കിക്കാണുവാൻ അവന് പ്രാപ്തി നൽകുന്ന ഒരു ദർശനമുണ്ടല്ലോ, ആ ദർശനം എത്ര മനോഹരമായിരിക്കും എന്ന ചിന്തയാണ് അദ്ദേഹത്തെ അള്ളാഹുവിന്റെ വഴിയിൽ എത്തിച്ചത്. ഇദ്രീസ് തൗഫീഖ് പറഞ്ഞ ഈ കാര്യം അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ പറയാനുള്ള ഒരു ജീവിത ശൈലി, ഒരു സംസ്കാരം, ഒരു ബദൽ ജീവിത ശൈലി വളർത്തിയെടുക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. റബ്ബ് സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ ശരിയായി മനസ്സിലാക്കാനുള്ള തൗഫീഖ് തന്ന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.